ഗുരുവായൂർ അമ്പലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതും ഞങ്ങൾക്ക് രസകരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം, അതുപോലെ തന്നെ കേൾക്കാം. അതെ, അതായത് ഭൂലോക വൈകുണ്ഠാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അതെ, അപ്പൊ അതിനെ കുറിച്ചുള്ള കഥകളും അതിന്റെ പുറകിലുള്ള കാര്യങ്ങളും ആ അമ്പലത്തെ കുറിച്ചുള്ള വിശേഷങ്ങളും നമുക്ക് ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലം എന്ന പേര്, ഗുരുവായൂർ എന്നാണ് പേരല്ല, ഗുരുവായൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഗുരുവായൂർ എന്നുള്ള പേര് വരാൻ വേറൊരു കാര്യമുണ്ട്. ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ ഭൂലോക വൈകുണ്ഠം എന്നാണ്. ഭൂമിയിൽ ഒരു വൈകുണ്ഠം ഉണ്ടെങ്കിൽ അത് ഇതാണ്. ഭൂമിയിലെ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരാണ്. അതാണ് ഇത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ഭൂലോക വൈകുണ്ഠം എന്നാണ് പറയുന്നത്. പിന്നെയാണ് ഗുരുവായൂർ എന്ന പേര് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. അതിന്റെ പുറകിലൊരു കാര്യമുണ്ട്. അതെന്താ വെച്ചാ അത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പൂർണ്ണ അവതാരമായിട്ടുള്ള. അങ്ങനെയാണ്. അതെ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ വിഗ്രഹം ഉണ്ടായിരുന്നത് ദ്വാരകയിലായിരുന്നു. മനസ്സിലായില്ലേ? ഇത് ദ്വാരകയില് ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണതെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഓ, മനസ്സിലായി. ശരി, ഞാനും കേട്ടിട്ടുണ്ട് ദ്വാരകയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ദ്വാരകയിലാണ് കൃഷ്ണനുള്ള കാര്യം. അതുപോലെ തന്നെ വിഗ്രഹത്തിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പ്രതിഷ്ഠാമൂർത്തിയായിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള വിഷ്ണു വിഗ്രഹം ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് എന്താ ശ്രീകൃഷ്ണൻ തന്നെ സ്വന്തമായി ആ വിഗ്രഹം പൂജിച്ചിരുന്ന വിഗ്രഹമാണത്. ആ വിഗ്രഹം ഉണ്ടായിരുന്നത് എവിടെയാണ്? ദ്വാരകയിൽ. അവിടെയായിരുന്നല്ലോ കൊട്ടാരം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെയാണ് ഉണ്ടായിരുന്നത്. പ്രളയം വന്നോടെ പ്രളയം വന്നിട്ട് ദ്വാരക മുങ്ങിപ്പോയി. അന്നേരം ഗുരുവും വായുദേവനും കൂടിയിട്ട്, അതായത് ബൃഹസ്പതി എന്നാണ് ഗുരുവിന്റെ പേര്. അപ്പൊ അദ്ദേഹം വായുദേവനും കൂടിയിട്ട് ആ വിഗ്രഹം നമ്മുടെ ഗുരുവായൂർ കൊടുന്നിട്ട് വെച്ചു എന്നാണ് പറയുന്നത്, പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗുരുവായൂരിനെ ഗുരുവായൂർ എന്ന് പേര് കിട്ടിയത്. അതായത് ഗുരുവും വായുവും കൂടി ചേർന്നത് കൊണ്ടാണ് ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതെ, എന്നുവെച്ചാ ദ്വാരകയിലാണ് ഉണ്ടായിരുന്നത് വിഗ്രഹം. പ്രളയം വന്നപ്പോ ഇങ്ങോട്ട് മാറ്റി. അത് ഇവര് രണ്ടുപേര് കാരനാണ്. അങ്ങനെ ഗുരുവും അതുപോലെ അച്ഛന്മാരുടെ വായുവും ചേർന്നിട്ടാണ് ഗുരു വായൂർ എന്ന പേര് വന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ശ്രീകൃഷ്ണൻ അത് അന്നേ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. അതായത് ഈ വിഗ്രഹം ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത്, അത് ഉചിതമായ ഒരു സ്ഥലത്ത് അത് പ്രതിഷ്ഠിക്കണം എന്ന് ഗുരുവായൂരപ്പ, അതായത് ശ്രീകൃഷ്ണൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണത് അവര് ഇവിടെ കൊടുത്തിട്ട് പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് ഈ കാണുന്ന ഗുരുവായൂർ ഇവിടെ വന്നത്. പുലർച്ചെ 3 മണിക്ക് നിർമാല്യ ദർശനം ഉണ്ട്. അപ്പൊ അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കില് 5 തുള്ളി മഞ്ഞൾപ്പൊടിയും എണ്ണയും കൂടിയിട്ടുള്ളതാണത്. അത് കാണുക എന്ന് പറഞ്ഞാല് അത് വളരെ പ്രസിദ്ധവുമാണ്, ഇതാണ് മറ്റേ സംഭവമാണ്. അപ്പൊ അത് കാണാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭക്തർ അതുപോലെ പുലർച്ചെ 3 മണിക്ക് നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് രാത്രി 1 മണി മുതലേ ക്യൂ നിൽക്കലോടും. അതിന് മുന്നേ നിൽക്കുള്ളൂ. 12 മണിക്ക് 15 മണിക്കൊക്കെ നല്ല തിരക്ക്. അതെ, അതന്നെ. ഇപ്പോഴും അവിടെ പോയി ഇപ്പൊ സമയം 10 ആവാറായി. ഇപ്പോഴും അവിടെ ചെന്ന് നിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ആനക്കോട്ട. ഗുരുവായൂർ ആനക്കോട്ടയില് നല്ല 45-48 അത്യാവശ്യം ആനകളുണ്ട് ഗുരുവായൂർ ആനക്കോട്ടയില്. 60 ആനകളാണ് ഉണ്ടായിരുന്നത്. 60 ആനകൾ, അങ്ങനെയാണ് ആദ്യത്തെ കണക്ക്. അത്യാവശ്യം ആനകളുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെ ആനക്കോട്ടയുണ്ട്. അവിടെ ഇഷ്ടംപോലെ ആനകളും ഉണ്ട്. അമ്പലത്തിലേക്ക് വൈകുന്നേരം വിളക്കിനുണ്ട്, എഴുന്നള്ളിക്കുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാവിലെ വരും, വൈകുന്നേരം വരും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിനൊക്കെ ആനക്കോട്ടെ ആനകളെ കൊണ്ടുപോവുകയും ചെയ്യും. ആനയൂട്ടിന് കൊണ്ടുപോകും. അതെ, അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുമ്പോ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ആനക്കോട്ട പോയി കാണാം, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. അതൊക്കെ ഗുരുവായൂര് പിന്നെ അമ്പലം പിന്നെ വളർന്നു, ദേവസ്വം വളർന്നു. അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്കൂൾ ഉണ്ടായി, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആശുപത്രി ഉണ്ടായി. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ദേവസ്വം വളർന്നു. അത് ഇംഗ്ലീഷ് ആശുപത്രി, ആയുർവേദ ആശുപത്രി. അത് ശ്രീകൃഷ്ണ സ്കൂളും ഉണ്ട്, നോർമലും ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് പഠിക്കണമുണ്ട്, CBSE ഉണ്ട്, അതുപോലെ കോളേജും ഉണ്ട്.
ആ കോളേജ് ഹരിഹര ശ്രീകൃഷ്ണ കോളേജ് കോളേജ് ഉണ്ട്. ആ. അങ്ങനെ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ നിർമ്മാല്യം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഗുരുവായൂരപ്പന്റെ രാവിലെ 3 മണിക്ക് അത് കാണാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാം. അതൊരു പ്രത്യേക ഭംഗി. അത് മാത്രമല്ല അത് ഭയങ്കര പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ജന്മജന്മാന്തര പുണ്യം എന്നൊക്കെ പറയില്ല നമ്മള്. അത് തന്നെ വേണം പറയാ തന്നെ. അപ്പൊ ഗുരുവായൂർ വരാൻ തന്നെ രസമാണ്. അതെ, അത് ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. ഞങ്ങൾ തന്നെ ഞാനൊക്കെ ജനിച്ചു വളർന്ന ഇവിടെ തന്നെ. പക്ഷെ എനിക്ക് ഒരു മടുപ്പില്ല. സാധാരണ പറയാം ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇഷ്ടമല്ല, വേറെ സ്ഥലം ഇഷ്ടമല്ല. എനിക്ക് പരമാവധി ഗുരുവായൂർ വരാൻ ഇഷ്ടം. ഗുരുവായൂർ പോകാനും ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി, ഒരു പ്രത്യേക ഒരു എന്ന് വെച്ചാൽ വേറെ എന്ത് പറയുമ്പോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നല്ല രസമാണ് ഗുരുവായൂർ തന്നെ. ആ ഒരു അറ്റ്മോസ്ഫിയർ ആ അറ്റ്മോസ്ഫിയർ തന്നെ പ്രത്യേക രസമാണ്. ഉച്ചയ്ക്കാണെങ്കിൽ ആ ഒരു പ്രകാശം, അമ്പലത്തിലേക്കുള്ള പ്രകാശ റിഫ്ലക്ഷൻ, അതൊക്കെ പ്രത്യേക ഒരു സംഭവം. അതെ, ഭഗവാനും ഉണ്ട്. അതുപോലെ തന്നെ ഭഗവാനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കുറെ. അതുപോലെ തന്നെ സ്ഥലങ്ങള് എല്ലാം കൊണ്ടും ഗുരുവായൂർ തന്നെ അടിപൊളി സംഭവം. നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? കറക്റ്റ്, ശരിക്കും വേണ്ട ഒരു സ്ഥലമാണെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഭഗവാൻ വിളിക്കണം ഇത് വരണമെങ്കിൽ. ഒത്തിരി ആൾക്കാര് എന്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ 2 വർഷമായി അല്ലെങ്കിൽ 3 വർഷമായി അല്ലെങ്കിൽ 6 മാസമായി ഗുരുവായൂരിന്ന് പോണെന്ന് വിചാരിക്കണം, നടക്കാറില്ല. എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളെ പോവാൻ നോക്കിയാലും പറ്റില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കിനി ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് അരങ്ങേറ്റങ്ങളുണ്ട് ഗുരുവായൂർ വെച്ചിട്ട്. എല്ലാവരും അതായത് നമ്മൾ എന്ന് നോക്കിയാലും അത് ഈ വൈകുണ്ഠ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പ്രോഗ്രാം ആയിരിക്കും. ഇനിയിപ്പോ അത് അടുത്തത് ചെമ്പൈ സംഗീതോത്സവം വരാറായി. എത്ര അടുത്തെത്തി നോക്കിക്കേ അല്ലെ, പെട്ടെന്നായില്ലേ. അപ്പൊ ആ അടുത്തവരാ അങ്ങനെ പ്രോഗ്രാമുകൾ വന്നോണ്ടിരിക്കുക. അതായത് മറ്റേ എന്നും ഓരോ പ്രോഗ്രാമാണ് ഗുരുവായൂർ. അപ്പൊ എന്താ വെച്ചാൽ ഒരാളൊരു കല പഠിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ അവതരിപ്പിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വരും. ബാനറും കാര്യക്കായിട്ട് മേൽപ്പത്തൂരും ഒട്ടിക്കും. അവരുടെ ഒരു 5 പരിപാടികൾ ഉണ്ടാവും, അരമണിക്കൂർ വെച്ച് 4 ഉണ്ടാവും. അതെ, ഇനിയിപ്പോ ഒരു സ്റ്റേജ് നമ്മുടെ സാധാരണ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട്. അതുകൂടാതെ ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്കകം. ആ സ്ഥലം എന്ന് പറഞ്ഞിരുന്നത് ആനേനെ കെട്ടാനുള്ള സ്ഥലമായിരുന്നു. പിന്നെ കഞ്ഞി അല്ലെ, കഞ്ഞി വരുമ്പോ അവിടെ വെച്ചാണ്. പിന്നെ ആ ഒരു പോർഷൻ അവർ കട്ട് ചെയ്തിട്ട് അവിടെ ടെമ്പററി ആണോ അറിയില്ല, ടെമ്പററി ആയിട്ടായിരുന്നു ആദ്യം. പിന്നെ പെർമനന്റ് ആക്കി അവർ കെട്ടി, മോൾ ഭാഗം എല്ലാം കെട്ടി. പിന്നെ സ്റ്റേജ് ടെമ്പററി ആയിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് ടെമ്പററി അല്ലാതെ പെർമനന്റ് ആയിട്ട് പുതിയ കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങി ഒക്കെ പെയിന്റ് ഒക്കെ അടിച്ച് പിന്നെ മേൽപ്പത്തൂര് പോലെ ഒരു പുതിയ ഓഡിറ്റോറിയം കൂടിയായി. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം അത്രയും പ്രോഗ്രാംസ് വരുന്നത്. അത് പറഞ്ഞില്ലേ, കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റേ കല പഠിച്ചവർ, പല കലകളാണ്, പാട്ടാണ്, സംഗീതം, മറ്റേ നൃത്തം, അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും എല്ലാം. ഇപ്പൊ മേളം, ചെണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ഗുരുവായൂരൊന്ന് കൊട്ടണം, അല്ലെങ്കിൽ ഗുരുവായൂരൊന്ന് പാടണം, ഗുരുവായൂരൊന്ന് കളിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റേജ് കൂടി മൽപ്പത്തൂർ വെച്ചിരുന്നത്. അതെ, ശരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിനോടനുബന്ധിച്ചുള്ള വീഡിയോസ് ഇനിയും വരും. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും തീരുന്നില്ല. ഇനിയും കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി ഇനി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ എന്തായാലും ഇത്ര നേരം കണ്ടോണ്ടിരുന്നല്ലോ. അപ്പൊ ഇനി അടുത്ത കാര്യങ്ങളെ കുറിച്ച് അറിയാനുണ്ട്, അല്ലെങ്കിൽ പറയാനുണ്ട്, നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പൊ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടനോട് നമുക്ക്